2022 നവംബറിൽ നടന്ന ഒരു സംഭവമാണ്. സർക്കാർ ആശുപത്രിയിൽ കഴിയുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുന്ന ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ ട്രഷറർ ശ്യാമ VS ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഡിവൈഎഫ്ഐയുടെ ഈ ഹൃദയപൂർവ്വം പദ്ധതിയെക്കുറിച്ച് അറിയാമല്ലോ. ഒരു ദിവസം ഭക്ഷണം വിതരണം ചെയ്യുന്നത് ദിവസങ്ങൾ നീണ്ട പ്രോസസ്സിലൂടെയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു മേഖലാ കമ്മിറ്റിക്ക് ഭക്ഷണം വിതരണം ചെയ്യുവാനുള്ള തങ്ങളുടെ ഊഴം വരുന്ന ദിവസം ആ പ്രദേശത്തെ വീട്ടുകാരെ നേരത്തെ അറിയിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒരാഴ്ച മുൻപ് ഓരോ വീടും സന്ദർശിക്കും. ഭക്ഷണം നൽകണമെന്ന് അഭ്യർത്ഥിക്കും. 3 ദിവസം കഴിഞ്ഞ് ഭക്ഷണം നൽകാമെന്ന് പറഞ്ഞ വീടുകൾ അവർ ഒന്നുകൂടി സന്ദർശിക്കും. ഭക്ഷണം നൽകേണ്ട കാര്യം ഓർമ്മിപ്പിക്കാൻ. എന്നെ തലേ ദിവസം ഒന്ന് ഓർമ്മിപ്പിക്കണം എന്ന് പറയുന്ന വീട്ടുകാരെ ഫോൺ ചെയ്ത് അവർ വീണ്ടും ഓർമ്മിപ്പിക്കും. ഭക്ഷണം വിതരണം ചെയ്യുന്ന ദിവസം രാവിലെ ഓരോ വീടും കയറി ഇറങ്ങി അവർ നൽകുന്ന ഊണുപൊതികൾ ശേഖരിക്കും. ഇതിനിടയിൽ ഭക്ഷണം കൂടുതൽ തരാമെന്ന് ആരെങ്കിലും ഏറ്റിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിലെത്തി ഭക്ഷണം പൊതിയാനും ഡിവൈഎഫ്ഐ പ്രവർത്തകർ സഹായിക്കും. ഒരു നേരത്തെ ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഒത്തിരി ദിവസം നീണ്ട പ്രവർത്തനങ്ങളിലൂടെയാണ്. ഈ സംഭവം നടക്കുന്ന ദിവസം മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് വിതരണം ചെയ്യേണ്ടത് ഡിവൈഎഫ്ഐ ഊരൂട്ടമ്പലം മേഖലാ കമ്മിറ്റിയായിരുന്നു. ഡിവൈഎഫ്ഐ പെരിയാക്കോട് യൂണിറ്റിലെ പ്രവർത്തകർ മടത്തുവിള പ്രദേശത്ത് പൊതിച്ചോർ ശേഖരിക്കാൻ പോയപ്പോൾ ഈ പൊതിച്ചോർ തരാമെന്ന് പറഞ്ഞിരുന്ന വീട് പൂട്ടിക്കിടക്കുന്നു. പക്ഷേ ആ പൂട്ടിക്കിടക്കുന്ന വീടിൻ്റെ ഗേറ്റിൽ ഒരു കുറിപ്പ് വച്ചിട്ടുണ്ടായിരുന്നു. ഹൃദയസ്പർശിയായ ഒരു കുറിപ്പ്. പൊതിച്ചോർ എടുക്കാൻ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക്. പൊതിച്ചോർ തയ്യാറാക്കി സിറ്റ് ഔട്ടിൽ വച്ചിട്ടുണ്ട്. ദയവായി എടുത്തുകൊണ്ട് പോവുക. ആശുപത്രിയിൽ പോകുന്നത് കൊണ്ടാണ് വീട്ടിൽ ആളില്ലാത്തത്. ഇതായിരുന്നു ആ കുറിപ്പ്. ആശുപത്രിയിൽ പോകുമ്പോഴും എന്തൊക്കെ അത്യാവശ്യങ്ങളുണ്ടെങ്കിലും മുടങ്ങാതെ വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ ഹൃദയപൂർവ്വം ഭക്ഷണപ്പൊതികൾ നൽകുന്ന ഒരു ജനതയെയും ഈ നാടിനെയുമാണ് രാഹുൽ മാങ്കൂട്ടം ചില തുത്തുരുവാണങ്ങളുടെ കയ്യടിക്ക് വേണ്ടി പ്രസംഗത്തിലൂടെ അപമാനിച്ചത്. ഒരു പൊതിക്ക് വേണ്ടി ഓടി നടക്കുന്ന ഓരോ ഡിവൈഎഫ്ഐ പ്രവർത്തകരെയുമാണ് മാസ് BGM ഇട്ട് റീൽസ് ഉണ്ടാക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടം വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞത്. ഈ കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ കടന്നുപോകില്ലെന്ന് ഒരു പഴമൊഴി പണ്ടേ കേരളത്തിലുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ആഗോളതലത്തിലുള്ള ഒരു പഴമൊഴിയാണത്. ഇവിടെ കാലം കണക്ക് ചോദിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അന്ന് ഏറ്റ ആ അപമാനത്തിൻ്റെ കണക്കാണ് കാലം ചോദിച്ചതെങ്കിൽ കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയും കണക്ക് ചോദിച്ചു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചു എന്ന വാർത്ത വന്ന പത്രം ഉപയോഗിച്ച് ചോറ് പൊതികെട്ടി ഡിവൈഎഫ്ഐ പ്രവർത്തകർ നാട്ടുകാർക്ക് നൽകി. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ കേൾവിയില്ലാത്ത സംഭവങ്ങളിലൂടെ ഒരു സൈക്കോപാത്തിൻ്റെ അവസ്ഥയിലേക്ക് രാഹുൽ മാങ്കൂട്ടം മാറിയപ്പോൾ ഞെട്ടിയത് കേരളം തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഇയാൾ പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏതെങ്കിലും അനുകൂലമായ ഒരു സ്ഥലത്ത് ഇയാൾ സീറ്റ് വാങ്ങി വിജയിക്കുകയാണെങ്കിൽ, അതിനൊപ്പം കേരളത്തിൽ UDFന് ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ ഉറപ്പായും ഇയാളൊരു മന്ത്രിയാണ്. കാരണം ഇയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. ആ പ്രിവിലേജ് ഇയാൾക്ക് തീർച്ചയായും ലഭിച്ചേനെ. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവും MLA സ്ഥാനവും കയ്യിൽ വച്ചുകൊണ്ടാണ് ഇയാൾ ഈ ചെറ്റത്തരങ്ങളൊക്കെ കാണിച്ചതെന്ന വിവരങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇക്കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TVയിലെ അരുൺകുമാർ ഒരു ചർച്ചയ്ക്കിടയിൽ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മളതൊന്ന് കേൾക്കണം. ഇയാൾ സ്ത്രീകളെ യൂസ് ചെയ്തത് എങ്ങനെയൊക്കെ ആണെന്നുള്ളതും എങ്ങനെയൊക്കെ വലിച്ചെറിഞ്ഞു എന്നുള്ളതും അതിലൂടെ നമുക്ക് മനസ്സിലാകും. ആ വീഡിയോ കാണുന്നതിന് മുൻപ് കോൺഗ്രസിനോട് ഒരു കാര്യം കൂടി പറയാം. ഒരാളൊരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം എടുക്കുമ്പോൾ അയാൾ നല്ലവനാണോ ചീത്തയാണോ എന്നുള്ളത് ഒരു പരിധിവരെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. നല്ലവനായി നടിച്ച് ഉള്ളിൽ വിഷവും പേര് നടക്കുന്നവർ ധാരാളമുണ്ട്. ഇത്തരക്കാരെ തിരിച്ചറിയുന്ന നിമിഷം മറ്റൊന്നിനും വേണ്ടി കാത്തു നിൽക്കരുത്. അപ്പോൾ തന്നെ പുറത്താക്കിയേക്കണം. അല്ലെങ്കിൽ അയാൾ ആ രാഷ്ട്രീയ പാർട്ടിയെയും കൊണ്ടേ പോകൂ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു നിമിഷം നേരത്തെ പുറത്താക്കിയാൽ കോൺഗ്രസിന് തന്നെയാണ് നല്ലത്. ഇനി റിപ്പോർട്ടർ TVയിൽ അരുൺകുമാർ പറയുന്ന ആ കാര്യങ്ങൾ
നമുക്കൊന്ന് കേൾക്കാം. ആന്റോഗേഷൻ പറഞ്ഞു, ഞങ്ങളൊരു ഓഡിയോ കേൾക്കുകയായിരുന്നു. ആ ഓഡിയോയിൽ ഗർഭഛിദ്രത്തിന് വിധേയയായ ഒരു പെൺകുട്ടി ഒരു ഡോക്ടറുമായി നടത്തിയ സംഭാഷണമുണ്ട്. നമ്മളത് കേട്ട് കഴിഞ്ഞാൽ ഹൃദയം പറഞ്ഞു പോകുന്നതാണ്. ആ കുട്ടിയുടെ താല്പര്യമില്ലാതെയാണ് ഗർഭഛിദ്രം നടത്തിയത്. അതിന് വഴങ്ങേണ്ടി വന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമെന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ പറഞ്ഞ് ഭയപ്പെടുത്തുകയാണ്. ഇവിടെ എങ്ങനെയാണ് കൺസെന്റ് കിട്ടുന്നത്? കൺസെന്റ് ഒരു കൊയേഷനാണ്, മാനസിക സമ്മർദ്ദം ചെലുത്തിയാണ്. എങ്ങനെയാണ് പാലത്തിൽ നിന്ന് ഞാൻ എടുത്തു ചാടി ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി ഗർഭഛിദ്രത്തിന് വിധേയമാക്കുകയും അത് കഴിയുമ്പോൾ ഈ കുട്ടി ഒരു ട്രോമാറ്റിക്കായ അവസ്ഥയിലേക്ക് പോയി ഡോക്ടറോട് കരയുകയാണ്. എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ആ കരച്ചിൽ കേൾക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെക്കുറിച്ച് പല ആളുകളും പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് കണ്ട കൗതുകകരമായ ഒരു നിരീക്ഷണം ഇന്ന് ഒരാളൊരു അസുഖത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കമ്പൾസീവ് സെക്ഷൽ ബിഹേവിയറൽ ഡിസോർഡർ എന്നാണ് പറയുന്നത്. അതായത് തുടർച്ചയായിട്ട് ഈ ലൈംഗികാസക്തി വരുമ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും അയാൾ ഇത് അറിഞ്ഞുകൊണ്ടാകണമെന്നില്ല. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ഒരു മാനസിക രോഗ വിദഗ്ധനെ കണ്ട് അത് കൗൺസിലിങ്ങിലൂടെ അത് പരിഹരിക്കേണ്ട വിഷയമാണ്. അത് വ്യക്തമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ വിഷയവും അതിനെ ന്യായീകരിക്കാൻ വരുന്ന നേതാക്കളും മറ്റൊരു അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. കാര്യം കൺസെന്റ് ബൈ മാനിപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ മാനിപ്പുലേഷൻ ഓഫ് കൺസെന്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അധികാരത്തിന്റെ പദവികളിൽ ഇരിക്കുന്നവർ, പ്രത്യേക പ്രിവിലേജുകൾ എൻജോയ് ചെയ്യുന്ന മനുഷ്യർ, അവരുടെ ഇരിപ്പിടം കൊണ്ട് തന്നെ ചില കൺസെന്റുകൾ കിട്ടി എന്ന് ധരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ അങ്ങനെയല്ലേ സംഭവിച്ചത്? രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് ഒരു അധികാര ഘടനയുടെ ഭാഗമാകുമ്പോൾ, ഒരു സംഘടനയുടെ ഭാഗമാകുമ്പോൾ നമ്മളടക്കമുള്ള ദൃശ്യമാധ്യമ പ്രവർത്തകർ നൽകിയ ദൃശ്യതയുടെ മൂലധനത്തിലാണ് അയാൾ ആ കൺസെന്റ് അച്ചീവ് ചെയ്യുന്നത്. അവിടെയാണ് അതിനകത്തൊരു മാനിപ്പുലേഷൻ കിടക്കുന്നത്. കൺസെന്റ് ബൈ മാനിപ്പുലേഷൻ കിടക്കുന്ന അവിടെയാണ്. അദ്ദേഹത്തിന്റെ ആ പ്രിവിലേജ് സ്റ്റാറ്റസിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹത്തിന് ദൃശ്യത കിട്ടുന്നത്. ആ ദൃശ്യതയിലാണ് ഈ പെൺകുട്ടികൾ അയാൾക്കൊപ്പം പോയി അയാൾക്ക് ഒപ്പം സഞ്ചരിക്കാൻ തുടങ്ങുന്നത്, അയാളെ വിശ്വസിച്ചു കൊണ്ടുപോകുന്നത്. അതിനുശേഷമാണ് കൺസെന്റ് ബൈ ഡിസെപ്ഷൻ വരുന്നത്. അതായത് അദ്ദേഹം കള്ളം പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. കൺസെന്റ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മാനിപ്പുലേഷൻ ത്രൂ ഡിസെപ്ഷൻ, മാനിപ്പുലേഷൻ ത്രൂ ഓഫറിംഗ്, വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് വരുന്നത്. ഈ പല പല കാര്യങ്ങളിലാണ് മാനിപ്പുലേഷൻ നടന്നിരിക്കുന്നത്. ഒന്ന്, പ്രിവിലേജ് പൊസിഷനിൽ ഇരുന്നുകൊണ്ട് കൺസെന്റിൽ അയാൾ കിട്ടിയെന്ന് ധരിക്കുന്നു. രണ്ട്, അതിന്റെ ദൃശ്യത ഉപയോഗിച്ച്. രണ്ട്, അയാൾ ഡിസെപ്ഷൻ ചെയ്തുകൊണ്ട് അയാളെ പ്രണയിക്കുന്നു, നീ മാത്രമേ എനിക്കുള്ളൂ എന്ന മട്ടിൽ കള്ളം പറഞ്ഞുകൊണ്ട് ആ കൺസെന്റ് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. മൂന്ന്, അയാൾ മൂന്നാമത്തെ ഒരു കാര്യത്തിലേക്ക് വരുന്നത് വിവാഹ വാഗ്ദാനം ഓഫർ ചെയ്തുകൊണ്ട് കൺസെന്റിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഗുരുതരമായ വിഷയമാണ്. ഇത് പാർട്ടി നേതാക്കൾക്ക് അറിയാത്തതോ പൊതുസമൂഹത്തിന് അറിയാത്തതോ ആയ കാര്യങ്ങളല്ല. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഷയിലേക്ക് വീണുപോയാൽ ഇതെല്ലാം നമ്മുടെ വിസ്മൃതിയിൽ നിന്ന് പോകും. നമ്മുടെ മുന്നിൽ പിന്നെ കൺസെന്റ് എന്നുള്ളത് ഒറ്റ പോയിന്റാണ്. ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യമില്ലേ, അവന്റെ മിടുക്കാണ് എന്ന് പറഞ്ഞു എന്നാണ് റിനി ആൻ ജോർജ് പറഞ്ഞിരിക്കുന്നത്. അവന്റെ മിടുക്കാണത്, അവൻ ആൺകുട്ടിയാണ് എന്നൊക്കെ പറയുന്നത് ഇതേ പദപ്രയോഗമാണ്. ഐ ഡോണ്ട് കെയർ എന്നുള്ളത് ഈ ആണധികാരത്തിന് കാര്യമാണെന്നേ. കെയർ ചെയ്യണം സാർ. കാര്യം ഇതുണ്ടാക്കുന്ന ട്രോമ ഒരു പെൺകുട്ടിയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ആശയങ്ങൾക്കും അതിന്റെ ചരിത്രത്തെയും നമ്മൾ സമീപിച്ചു നോക്കുകയാണെങ്കിൽ ആ പാർട്ടിയിൽ ഇനി ഒരു നിമിഷം പോലും ഒരു അംഗമെന്ന നിലയിൽ പോലും തുടരാൻ യോഗ്യനല്ല എന്നുള്ളതാണ്. തുടർച്ചയായി ഒന്നിലധികം ഞങ്ങൾ ഇന്നിവിടെ വിഷമിക്കുകയായിരുന്നു, എങ്ങനെ ഈ യുവതികളെ തിരിച്ചറിയും? നമുക്ക് പേര് പറയാൻ പറ്റത്തില്ലല്ലോ. യുവതി നമ്പർ 1, യുവതി നമ്പർ 2, യുവതി നമ്പർ 3, യുവതി നമ്പർ 4, ഇന്ന് വരെ പുറത്തു വന്നിരിക്കുന്നത് 5 യുവതികളുടെ വ്യത്യസ്ത തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ ചരിത്രത്തിലില്ല. നമ്മൾ പറയാറുണ്ട്, റോമിയോമാരെ കുറിച്ച് പറയാറുണ്ട്, കോൺഗ്രസിൽ ഒരുപാട് പ്രണയമുള്ള മനുഷ്യരുണ്ടായിരുന്നു. അവരൊക്കെ പ്രണയം ഒരിക്കലും ആ കൺസെന്റ് മാനിപ്പുലേറ്റ് ചെയ്തുണ്ടാക്കിയതല്ല. ആ പ്രണയത്തെ അവർക്ക് അനുഭവിക്കാനും ആ പ്രണയത്തെ ആസ്വദിക്കാനും ആ പ്രണയം മനോഹരമായി അവർക്ക് കൊണ്ടുപോകാനും കഴിയുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് നമ്മളെല്ലാവരും. ആരാണ് പ്രണയത്തെ എതിർക്കുന്നത്? കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും ഒക്കെ പ്രണയിച്ചിട്ടുണ്ട്. പ്രണയത്തെ ആരും എതിർക്കുന്നില്ല. ഇതൊരു പ്രണയത്തിന്റെയോ അനുരാഗത്തിന്റെയോ വിഷയമല്ല, ഇതൊരു ചീറ്റിങ്ങിന്റെ വിഷയമുണ്ട്. ഇതിൽ ആ ചീറ്റിംഗ് എങ്ങനെയാണ് ഒരു ആണധികാരത്തിന്റെ പ്രയോഗമായി മാറുന്നത് എന്നതാണ് നമ്മൾ കാണുന്നത്. അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആദ്യത്തേത്, ഇയാൾ ഈ പാർട്ടിയിൽ തുടരാൻ യോഗ്യനയല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം തന്നെ ഇതാണ്. അംബേദ്കർ പറഞ്ഞൊരു വാചകമുണ്ട്, എന്താണെന്ന് അറിയാമോ? ഒരു സമൂഹത്തിന്റെ പ്രോഗ്രസ് നിശ്ചയിക്കുന്നത് ആ സമൂഹത്തിൽ സ്ത്രീകൾ നേടിയിരിക്കുന്ന നേട്ടത്തിന്റെ അളവിലാണ് എന്നാണ്. ദ മെഷർ ഓഫ് പ്രോഗ്രസ് ഓഫ് എ കമ്മ്യൂണിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിഗ്രി ഓഫ് പ്രോഗ്രസ് ഓഫ് വുമൺ അറ്റൈൻഡ് എന്നുള്ളതാണ്. ഇവിടെ ഒരു പെൺകുട്ടി വന്ന് കാര്യങ്ങൾ തുറന്നു പറയുക, അവിടെയാണ് വി.കെ. ശ്രീകണ്ഠനെ പോലെ ഒരു എം.പി. വന്ന് അതിനെ വളരെയധികം നിസ്സാരവൽക്കരിക്കുക മാത്രമല്ല, ഒരുതരം നമ്മളെന്താ പറയുക, അതിന് വാക്കുകൾ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഒരിക്കലും നമുക്ക് സ്വീകാര്യമല്ലാത്ത പദപ്രയോഗത്തിലൂടെ അതിനെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഇതിനെ എല്ലാത്തിനെയും അച്ചീവ് ചെയ്തുകൊണ്ടാണ്, മറികടന്നുകൊണ്ടാണ് ഒരു തൻ്റെടിയായിട്ടൊരു പെൺകുട്ടി വന്ന് പൊതുസമൂഹത്തിൽ വന്ന് കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. അങ്ങനെയുള്ള പെൺകുട്ടിയുടെ ആ സ്ട്രോങ് വില്ലിനെ അംഗീകരിക്കേണ്ടതിന് പകരം വി.കെ. ശ്രീകണ്ഠനെ പോലെയുള്ളൊരു എം.പി. വന്ന് പറഞ്ഞത് എന്താണ്? അല്പവസ്ത്രം ഇട്ടുകൊണ്ട്, അർത്ഥവസ്ത്രം ഇട്ടുകൊണ്ട്, മന്ത്രിമാരെ കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട്, മിസ്റ്റർ വി.കെ. ശ്രീകണ്ഠൻ, നിങ്ങൾ ആ പറഞ്ഞ
വാചകത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഗുരുതരാവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ശൈലിയിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് വഴുതി വീണുപോയത്? നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയല്ലല്ലോ പൊതുസമൂഹം കരുതിയിരുന്നത്. ഇവിടെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കി വെച്ച കുഴപ്പം കോൺഗ്രസിനെ വേട്ടയാടാൻ പോകുന്നത്. ഇയാൾ ഏതോ നിമിഷം തുടരുന്നുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിക്കാൻ ഇറങ്ങുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ അറിയാതെ ആണധികാര രാഷ്ട്രീയത്തിൻ്റെ വാക്യങ്ങളിലേക്കും വാചക ഘടനയിലേക്കും വീണു പോകുന്നു എന്നുള്ളതാണ്. ഒരു പുരുഷ കേന്ദ്രീകൃതമായ വിനിമയ ഭാഷയുണ്ട്. ആ ഭാഷയാണ് യഥാർത്ഥത്തിൽ VK ശ്രീകണ്ഠനും ഇന്ന് ഉപയോഗിച്ചത് എന്നുള്ളതാണ് നിർഭാഗ്യകരമായ കാര്യം. അത് ഒരിക്കലും നമ്മൾ അവരുടെ ആ കൺസെന്റിനെ നമ്മൾ അംഗീകരിക്കാതെ ആ പെൺകുട്ടികളെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഗുരുതരമായ ഒരു കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ അധികാരികളെ, കോൺഗ്രസിൻ്റെ നേതാക്കളെ, നിങ്ങൾ കരുതുന്നത് പോലെ അല്പവസ്ത്രം ഇട്ടുവന്ന് മറ്റു മന്ത്രിമാരുമായി ചേർന്ന് കെട്ടിപ്പിടിച്ചു നിൽക്കുന്നവരുടെ എന്ന മട്ടിലുള്ള പദപ്രയോഗങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ നടത്തരുത്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിലേത് ഒരു കമ്പൽസീവ് സെക്ഷൽ ബിഹേവിയറൽ ഡിസോർഡർ ആണെങ്കിൽ നിങ്ങൾക്കത് പകർച്ചവ്യാധി പോലെ പടരരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ദുഷിപ്പിക്കും. നിങ്ങളെപ്പോലുള്ള മുതിർന്ന നേതാക്കളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതല്ല എന്നതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇയാളെ പാർട്ടി പൂർണ്ണമായും എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കുക എന്നത് മാത്രമാണ്. ഇനി രണ്ട്, എങ്ങനെയാണ് സമീകരിക്കുന്നുണ്ടല്ലോ, കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ടല്ലോ, എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ, വിൻസെന്റിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. അതൊക്കെ ഓരോ വ്യക്തികൾ ഇവർക്കെതിരെ ലൈംഗികാതിക്രമണത്തിന്റെ പരാതികൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. ശരിയാണ്, പലയിടങ്ങളിലും ഇത്തരം പരാതികൾ വ്യാജമാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം പിന്നീട് ബലാത്സംഗമായി വരുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസുകളിലെല്ലാം ഒരുപക്ഷെ അതിനുള്ള സാധ്യതകളുണ്ടാവും, നമുക്കറിയില്ല. അത് കോടതി തീർപ്പ് കൽപ്പിക്കുമ്പോൾ മാത്രമേ പറയാവൂ. അതുകൊണ്ട് തന്നെ എൽദോസ് കുന്നപ്പള്ളി രാജിവെക്കണം എന്നൊരു അഭിപ്രായം എനിക്കില്ല. ഈ വിൻസെന്റ് രാജിവെക്കണം എന്നൊരു അഭിപ്രായം എനിക്കില്ല. കാര്യം അത് കോടതി തീരുമാനിച്ചതിന് ശേഷം വരേണ്ട വിഷയങ്ങളാണ്. മുകേഷിന്റെ കാര്യത്തിലാണെങ്കിൽ മുകേഷിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ ഇപ്പോൾ ഒരു പോക്സോ കേസിൽ ജയിലിനുള്ളിൽ കിടക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ചലച്ചിത്ര താരം മിന്നു മുനീർ എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു ആ ചലച്ചിത്ര താരത്തിന്റെ പേര്. അവരിപ്പോൾ മറ്റൊരു പെൺകുട്ടിയെ സെക്സ് റാക്കറ്റിന് വിൽക്കാൻ അല്ലെങ്കിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കേസാണ്. പക്ഷേ അക്കാര്യത്തിലും ഞാൻ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തൽ നടത്തിയ ആൾക്കാരോടൊപ്പം നിൽക്കുകയാണ്. കാരണം മുകേഷ് ഏതെങ്കിലും തരത്തിലുള്ള ചലച്ചിത്ര താരം എന്ന നിലയിലോ MLA എന്ന നിലയിലോ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു കൺസെന്റ് വാങ്ങാതെയാണ് അത്തരം പ്രവൃത്തി നടത്തിയിട്ടുണ്ടെങ്കിൽ അക്ഷന്തവ്യമായ തെറ്റ് തന്നെയാണ്. പക്ഷേ ഇത് കോടതി തെളിയിക്കണം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലോ കോടതിയുടെ ഉത്തരവിന് വേണ്ടി കാത്തു നിൽക്കേണ്ട വിഷയമല്ല. അതൊരു പെൺകുട്ടിയുടെ കാര്യമാണെങ്കിൽ മനസ്സിലാക്കാം. പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ ഒരു തവണയല്ല പലതവണ ഒരു പെൺകുട്ടിക്ക് ആവർത്തിച്ചു പറയേണ്ടി വരുന്നു. ആ പെൺകുട്ടിയുടെ മൊഡസ്റ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, ആ പെൺകുട്ടിയുടെ മാന്യതയെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഹോട്ടലിലേക്ക് വിളിക്കുകയും ആ പെൺകുട്ടിയോട് അനുചിതമായി സംഭാഷണം നടത്തുകയും ചെയ്തു എന്നുള്ളത്. രണ്ടാമത്തത്, ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്നുള്ള വിവരം വരുന്നത്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ വന്ന് കിടക്കുക. അതുകൊണ്ട് നിയമത്തിന്റെ സാങ്കേതികതയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഈ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ട്രോമാറ്റിക്കായ സിറ്റുവേഷൻസിനെ കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ കോൺഗ്രസും അംബേദ്കറും ഒക്കെ പറയുന്നത് പോലെ ഒരു പെൺകുട്ടിയുടെ മാനസികമായ ഡിഗ്നിറ്റി നമുക്ക് കാത്തു സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവർ എത്രത്തോളം ഈ പാർട്ടിയിൽ തുടരുന്നുണ്ടോ അത്രത്തോളം അത് അപകടകരമായ സാഹചര്യം ഉണ്ടാക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം മറ്റു പാർട്ടി നേതാക്കളുടെ വിഷയമായി അത് കോൺഗ്രസിൻ്റെതാണെങ്കിലും ശരി CPM-ൻ്റെതാണെങ്കിലും ശരി സമീകരിക്കുക സാധ്യമല്ല എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ഇനി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരൊറ്റ ഉത്തരമേ നമ്മുടെ മുന്നിലുള്ളൂ. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ബാധ്യതയായി കഴിഞ്ഞു എന്നുള്ളത് പൂർണ്ണമായും തിരിച്ചറിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇത് അത്യന്തം വേദനാജനകമായ കാര്യം. സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPCC പ്രസിഡന്റിന് ഈ ഉത്തരം പറഞ്ഞു മടുക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവുന്നു. ഉത്തരം കിട്ടാതെ പോകുന്ന അവസ്ഥയുണ്ടാവുന്നു.